ഹായ് ഓൾ, അസ്സലാമലൈക്കും വറഹമത്തുള്ള. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് പ്ലേസും അതുപോലെ തന്നെ കിച്ചണും ഒരുമിച്ച് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് രണ്ടും ഒരു സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കിച്ചണിൽ ഇരുന്ന് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ. അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മുൻപായിട്ട് ഞാൻ ഈ ഒരു വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ അന്നെടുത്ത കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഹൗസ് വാമിങ്ങിൻ്റെ അന്നെടുത്ത കുറച്ച് വീഡിയോസ്. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇന്നേക്ക് 3 വർഷം തികയാണ് കേട്ടോ. ഡിസംബർ 4-നായിരുന്നു ഞങ്ങൾ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കിച്ചണും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിച്ചിങ് ഏരിയയും മാത്രമാണ് കാണിക്കുന്നത്. വീടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും കൂടുതലായിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഈ ഒരു വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് എന്ന് പറയുന്നത് തന്നെ എൻ്റെ കിച്ചണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിച്ചണ് എത്രത്തോളം ഭംഗി കൂട്ടാൻ പറ്റുമോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വൈറ്റ് കിച്ചൺ വേണമെന്ന്. വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് കേട്ടോ ഈ ഒരു കിച്ചണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മുകളിലത്തെ കബോർഡുകളൊക്കെ വൈറ്റ് കളറിലും അതുപോലെ തന്നെ താഴെ വരുന്ന ഭാഗം ഗ്രേ കളറിലും കേട്ടോ. ഒരു ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ള മാർബിൾ എന്ന് പറയുന്നത് നാനോ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതായിരുന്നു ഈ ഒരു കിച്ചൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതും കൂടെ വന്നപ്പോൾ നല്ല ബ്രൈറ്റ്നെസ് ആയിരുന്നു കേട്ടോ. മെയിൻ കിച്ചണായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ്. അപ്പോൾ 2 റൂം ഓപ്പൺ ചെയ്ത് വരുന്ന പോലെയാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ ഒന്ന് പാർട്ടീഷൻ ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗം അങ്ങനെ വിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കിച്ചണിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ എൻ്റെ ട്രൈപ്പോഡ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കലൊക്കെ ഇതിലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രിഡ്ജാണ് കേട്ടോ കാണുക. അതിൻ്റെ അടുത്തായിട്ട് തന്നെ മൈക്രോവേവ് ഓവണും കൊടുത്തിട്ടുണ്ട്. ഓവൺ രണ്ടും അടുത്തടുത്തായിട്ട് മുകളും താഴെയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വിച്ച് മാത്രമേ കാണുള്ളൂ. അതിൻ്റെ ബോഡി പാർട്ടൊക്കെ അങ്ങ് ഉള്ളിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും മൈക്രോവേവ് ഓവണാണ്. ഇതിലൊക്കെ ചിക്കൻ ചൂട് അങ്ങനെ പരിപാടികളൊക്കെ നടത്താറുണ്ട്. മറ്റേത് മുകളിലത്തത് നമ്മൾ ചൂടാക്കുക അങ്ങനെയൊക്കെ ബേക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗം കിച്ചണിൻ്റെ ഏരിയ ആണെങ്കിലും ഈ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഓവണും കാര്യങ്ങളൊക്കെ അവിടെ വന്ന് ചെയ്യും എന്നല്ലാതെ ഈ ഒരു ഭാഗം അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് ഏരിയ ഈ ഒരു ഭാഗത്തേക്ക് പിന്നീട് മാറ്റുകയാണ് കേട്ടോ ചെയ്തത്. ഈ ഒരു വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിനായിട്ട് ചെറിയൊരു ഭാഗം ഒരു കോർണറിൽ ചെറിയ ടേബിളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് സൺലൈറ്റ് ഒന്നും കിട്ടാത്തൊരു ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ആണെങ്കിൽ നല്ല സൺലൈറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നാനോ വൈറ്റ് ഉണ്ടല്ലോ, അതിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് വരുമ്പോൾ എന്തായാലും വീഡിയോക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് 2 സൈഡിലായിട്ടും വിൻഡോസ് വരുന്നത് കൊണ്ട് തന്നെ നല്ല സൺലൈറ്റ്, നമുക്ക് വേറെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ഗേറ്റ് ആണ് കേട്ടോ, വീടിൻ്റെ മെയിൻ ഗേറ്റ് കാണാം. അപ്പോൾ ആര് വരുന്നത് നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഏരിയ ആയിട്ട് ഈ ഒരു കോർണർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്റ്റിച്ചിങ് ഏരിയ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് കേട്ടോ എൻ്റെ ഈ ഒരു വീട്ടിൽ. അപ്പം ഈ ഒരു ഭാഗത്തും നല്ല ലൈറ്റാണ്. നമുക്ക് പകൽ സമയത്ത് വേറെ ലൈറ്റിൻ്റെ ഒരു ആവശ്യമേ ഇല്ല കേട്ടോ. അത്രക്കും നല്ല സൺലൈറ്റ് കിട്ടുന്നൊരു ഏരിയ കേട്ടോ, നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് നിന്നിട്ട് കട്ട് ചെയ്യാനൊക്കെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വെളിച്ചം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇങ്ങോട്ടേക്ക് തൽക്കാലത്തേക്ക് മാറ്റിയതായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം എനിക്ക് ഞാൻ പിന്നെ സ്ഥിരമാക്കാണ് ചെയ്തിട്ടുള്ളത്. കേൾക്കുമ്പോൾ ചെറിയ ക്രിഞ്ചൊക്കെ ആയിട്ട് തോന്നും. നമ്മൾ കിച്ചണിൻ്റെ ഏരിയ
പിന്നെ ഇതുപോലെ നമ്മൾ കട്ടിങ്ങും ഇതൊക്കെ ആകുമ്പോൾ എപ്പോഴും ഇതുപോലെ വൃത്തിയിൽ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുണികളൊക്കെ അവിടെ വലിച്ചു വാരിയിട്ട് ഉണ്ടാവും. അപ്പം അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു താഴെ ഭാഗത്ത് കോർണറിൽ വരുന്ന ഈ ഒരു കബോർഡിലൊക്കെ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ വെക്കാനായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റായിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു പിന്നെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അവിടെ ഇങ്ങനെ വൃത്തികേടായി കിടക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാണല്ലോ. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ട്രൈപോഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ട്രൈപോഡാണ്. പക്ഷേ ഇത്ര ലെങ്ത്തിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്ന ആ ഒരു ഏരിയക്ക് ഇതുപോലെ നമുക്ക് പല ഷേപ്പിലും ഇതിനൊന്ന് വളച്ചും തിരിച്ചൊക്കെ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ലൈറ്റും കൂടെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ലൈറ്റിൻ്റെ ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ലൈറ്റ് ഇവിടെ തന്നെ കിട്ടുന്നതുകൊണ്ട് ഈ ഒരു ലൈറ്റ് ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആണ് പിന്നെ നമ്മുടെ ഫോണൊക്കെ വെച്ചിട്ട് നമുക്ക് പല രൂപത്തിലും ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് ദുബായിൽ നിന്നാണ് കേട്ടോ. അത്യാവശ്യം ഞാൻ 3 വർഷത്തോളമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും കേട്ടോ എൻ്റെ കിച്ചൺ ഉണ്ടാവുക. ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത പീസും കത്രികയും അതിനുള്ള അളവുകളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഒന്നായിട്ട് ആ ഒരു ഭാഗം ക്ലീനാക്കി വെക്കാറാണ് പതിവ്. ഇനി നമുക്ക് കിച്ചണിലെ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ഈ ഒരു ഭാഗത്ത് 4 കബോർഡ് വരുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ ഓരോ സാധനങ്ങൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ എത്ര കബോർഡ് ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാനുണ്ടാവും. അപ്പം ആ ഒരു ഭാഗം അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് കേട്ടോ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയൊരു ചുമര് ഭാഗം വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ കിച്ചണിൻ്റെ ഏരിയയും നമുക്ക് ആ കുക്ക് ചെയ്യുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഈ ഭാഗത്തുനിന്ന്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് സ്റ്റോർ റൂം വരുന്നത് കേട്ടോ. അപ്പം അതൊരു കർട്ടൻ ഇട്ടിട്ടാണ് അവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ആ ഒരു ഗ്രേ കളറിലേക്ക് മാച്ചാക്കിയിട്ട് ആണ് ആ ഒരു ഭാഗം കർട്ടൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ലോണ്ടറി ബാസ്ക്കറ്റ് വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വരുമ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയ്ക്ക് നമ്മൾ വരുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇതിനോട് കൂടെ തന്നെയാണ് കേട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പും ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, എന്നാലും നമ്മുടെ ആ ഒരു വീതനയുടെ ആ ഒരു ഹൈറ്റിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പം നോർമൽ ചെയറാണ് കേട്ടോ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്മോൾ ഏരിയയിലാണ് മിക്സിയും അതുപോലെ തന്നെ സാൻഡ്വിച്ച് മേക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെ തന്നെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഡോറില്ലാത്ത ഒരു ചെറിയൊരു കബോർഡ് വന്നിട്ടുണ്ട്. അതിൽ അതിൻ്റെ ജാറും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാറ്. ഈ ഒരു കോർണറിലാണ് എയർ ഫ്രയറും ഇതൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു എയർ ഫ്രയർ. ചിക്കൻ ചുടാനും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഒരു ബർണറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് 3 ബർണറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇറക്കി വെക്കുന്ന രൂപത്തിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ട് തന്നെ നമുക്ക് ആവി പോകാനും ഇതിനൊക്കെയുള്ള എക്സ്റ്റൻഷനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്ത് 3 ഡ്രോയറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ കട്ട്ലറി ഐറ്റംസും അതുപോലെ തന്നെ യൂട്ടൻസിൽസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു നൈഫ് സെറ്റും നല്ല അടിപൊളി നൈഫ് സെറ്റാണ് കേട്ടോ. മെയ്ഡ് ഇൻ ജർമ്മനിയാണ്, നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ 3 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു സ്റ്റാൻഡും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വേണ്ട പോലെ റൗണ്ട് ചെയ്ത് നമുക്ക് എടുക്കാനൊക്കെ ഈസിയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലായിട്ടും ഞാനൊരു കട്ട്ലറി ഐറ്റംസ് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പത്തിന് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലുള്ള കബോർഡുകളിൽ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ടുള്ളത്. അതും നമുക്ക് പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ പറ്റുന്നൊരു ഏരിയയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ മിഡിൽ ഭാഗത്തായിട്ടാണ് കേട്ടോ സിങ്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കോർണർ ഭാഗത്ത് ഇലക്ട്രിക് ബേണർ ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്നിട്ട് തന്നെ കുക്കിങ്ങും വാഷിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നടക്കും കേട്ടോ. ഈ ഒരു ഡ്രോയറിൽ ഞാൻ കുട്ടികളുടെ ടിഫിൻ ബോക്സൊക്കെ വെച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ പറ്റുന്നൊരു ഏരിയയിൽ അങ്ങനെ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഐറ്റംസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുള്ളത്. ഇത് പുറത്തേക്കുള്ള ഒരു ഡോർ അവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു മാറ്റ് ഇതൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പല രൂപത്തിലും
ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ള കുറേ കട്ട് പീസുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് ഓരോ ഫ്ലവർ ടൈപ്പിലൊക്കെ മാറ്റുകളും ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കോർണറിൽ നമ്മുടെ വാഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു വാഷിംഗ് മെഷീനിലേക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസും പെട്ടെന്ന് വെക്കാനും എടുക്കാനൊക്കെ സൗകര്യത്തിൽ ഈ ഒരു ഏരിയയിലാണ് അത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കിച്ചണിൽ മെയിനായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞത്. ഇനി ഈ ഒരു ഏരിയയാണ് പുറത്തേക്കുള്ള വാതിലാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തും വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വിൻഡോസൊക്കെ ഈ ഒരു കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. 4 ഭാഗത്തായിട്ട് വിൻഡോസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചം തന്നെയാണ് കേട്ടോ ഈ ഒരു കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഓഫീസ് കർട്ടനുകളാണ് കേട്ടോ കിച്ചണിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് തുടക്കാനും വെള്ളം കൊണ്ട് തുടച്ചെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് കർട്ടൻസ് ആണ് കേട്ടോ. അതും ഞാൻ ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ തീമിലേക്ക് മാച്ച് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു തീം ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും അല്ലേ സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേട്ടോ എൻ്റെയും കുറേ വർഷം കാത്തിരുന്നിട്ടായിട്ടുള്ളൊരു വീടാണ് കേട്ടോ. ഇതുപോലെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഈ ഒരു ആഗ്രഹം പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.